നല്ല ചൊടിയുള്ളൊരു കഞ്ഞി കുടിച്ചിട്ട് വന്നാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കാന്താരി ചമ്മന്തി അരയ്ക്കാം കേട്ടോ. കാന്താരി മാങ്ങിയിട്ട് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പിടി കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള കാന്താരി. അതിലേക്ക് ഒരു മാങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം മിക്സിയിൽ. ഇതേ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂട് കഞ്ഞി, ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിനുള്ള അളവ് പകർത്തി കൊടുക്കാം. ഇതേ കഞ്ഞി എടുത്തതിന് ശേഷം നമ്മൾ വാഴയ്ക്ക തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല ചൊടിയുള്ള നാരങ്ങാച്ചാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്ത മാങ്ങ കാന്താരി ചമ്മന്തി, ബനാന സ്റ്റെം ഉപ്പിലിട്ടത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വഴുതനങ്ങ വറുത്തതും കൂടി വെച്ച നമ്മുടെ കഞ്ഞി ഇവിടെ പൂർണ്ണമായി. ഇനി ഇതെല്ലാം കൂടി ഞെരടി അങ്ങ് കഴിച്ചാലുണ്ടല്ലോ ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, വാഴയ്ക്ക തോരൻ്റെയും ലെമൺ പിക്കിളിൻ്റെയും വഴുതനങ്ങ വറുത്തതിൻ്റെ അതുപോലെ തന്നെ ബനാന സ്റ്റെം ഉപ്പിലിട്ടതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ അതൊന്ന് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ 999 മെമ്പേഴ്സായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഇനിയും ഞങ്ങളുടെ കൂടെ കാണണേ.